പഞ്ചാബിലെ അമൃത്സറിനടുത്ത് തികച്ചും ഞെട്ടിക്കുന്ന ഒരു കുടുംബ വഴക്കിന്റെയും വെടിവെപ്പിന്റെയും വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജീൻസും ടോപ്പും ധരിക്കുന്നത് പിതാവ് എതിർത്തതിൽ പ്രകോപിതനായി സ്വന്തം അച്ഛന് നേരെ വെടിയുതിർക്കുകയാണ് 21-കാരിയായ യുവതി. പഞ്ചാബിലെ ഖൽജിയാനിലാണ് ദാരുണമായി ഈ സംഭവം അരങ്ങേറിയത്. വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ പിതാവിനെ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ യുവതിയെ പോലീസ് ഒരു തോക്ക് സഹിതം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെയ് 14 രാവിലെയാണ് ഒരു സാധാരണ കുടുംബ വഴക്കെന്ന് തോന്നിച്ച തർക്കമൊടുവിൽ ദാരുണമായ ഒരു കൊലപാതക ശ്രമത്തിലേക്ക് വഴിമാറിയത്. ആധുനിക ചിന്താഗതികളും പരമ്പരാഗതമായ വിലക്കുകളും തമ്മിൽ ഒരു കുടുംബത്തിനകത്തുണ്ടായ കടുത്ത ആശയപരമായ ഭിന്നതയാണ് ഈ വെടിവെപ്പിൽ കലാശിച്ചത്. പ്രതിയായ 21-കാരി സ്നേഹദീപ് കൗർ അടുത്തിടെയാണ് +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഉപരിപഠനത്തിനായി ഓസ്ട്രേലിയയിൽ പോകാനായിരുന്നു യുവതി ആഗ്രഹിച്ചിരുന്നത്. അതിനായി അവൾ വീട്ടിൽ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. മകൾ വിദേശത്തേക്ക് പോകുന്നതിനെ പിതാവ് പർവീന്ദർ സിംഗ് ശക്തമായി എതിർത്തു. അത് മകളെ മാനസികമായ രീതിയിൽ പ്രകോപിപ്പിച്ചു. വിദേശയാത്രയെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് പുറമെ യുവതിയുടെ ദൈനംദിന ജീവിത സ്വാതന്ത്ര്യത്തിന് മേലും വീട്ടിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. യുവതി വീടിന് പുറത്തു പോകുമ്പോൾ ജീൻസും ടോപ്പും ധരിക്കുന്നതിനെ പിതാവ് നിരന്തരം എതിർത്തിരുന്നു. ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നത് ആവശ്യപ്പെട്ട് വീട്ടിൽ വഴക്കുകൾ പതിവായിരുന്നു. സംഭവം നടന്ന മെയ് 14 രാവിലെയും ഇതേ വിഷയത്തെ ചൊല്ലി അച്ഛനും മകളും തമ്മിൽ വ്യക്തിപരവും ആശയപരവുമായ വ്യത്യാസങ്ങളെ തുടർന്ന് കടുത്ത തർക്കമുണ്ടായി. വഴക്ക് മൂർച്ഛിച്ചതോടെ പൂർണ്ണമായും നിയന്ത്രണം നഷ്ടപ്പെട്ട യുവതി പിതാവിന് നേരെ വെടിവെക്കുകയായിരുന്നു. അക്രമം നടത്തുന്നതിനായി യുവതിക്ക് പുറത്തുനിന്നും ആയുധങ്ങൾ ഒന്നും തന്നെ സംഘടിപ്പിക്കേണ്ടി വന്നില്ല എന്നതാണ് ഈ സംഭവത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വശം. തർക്കം മൂർച്ഛിച്ചതോടെ പ്രകോപിതയായ സ്നേഹദീപ് കൗർ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പിതാവ് പർവീന്ദർ സിംഗിന്റെ തന്നെ ലൈസൻസ് ഉള്ള റിവോൾവർ തോക്ക് കൈക്കലാക്കുകയായിരുന്നു. ഒട്ടും മടുപ്പ് കാണിക്കാതെ ഈ മാരകായുധം ഉപയോഗിച്ച് അവർ സ്വന്തം അച്ഛന് നേരെ നിറയൊഴിച്ചു. പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ നിന്ന് ഓടി മാറാൻ പിതാവിന് സാധിച്ചില്ല. വളരെ അടുത്തു വെച്ചാണ് യുവതി വെടിയുതിർത്തത്. വെടിയുണ്ടകൾ പർവീന്ദർ സിംഗിന്റെ പുറത്തും തോളിലുമാണ് തുളച്ചു കയറിയത്. വെടിയേറ്റ ഉടൻ തന്നെ അയാൾ ചോര വാർന്ന് നിലത്ത് വീഴുകയായിരുന്നു. വെടിയൊച്ച കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും മറ്റു കുടുംബാംഗങ്ങളും ചേർന്നാണ് അയാളെ ഉടൻ തന്നെ അമൃത്സറിലെ ഗുരുനാനക് ദേവ് ആശുപത്രിയിൽ എത്തിച്ചത്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ ഇദ്ദേഹത്തിന്റെ നില ഒടുവിൽ തൃപ്തികരമാണെന്ന് അമൃത്സർ റൂറൽ ASP സുഹൈൽ ഖാസിം മിർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവം അറിഞ്ഞ് സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തിയ ഖിൽജിയാൻ പോലീസ് കൃത്യമായ തെളിവുകളോടെയാണ് പ്രതിയെ പിടികൂടിയത്. ആക്രമണത്തിന് ഉപയോഗിച്ച ലൈസൻസുള്ള റിവോൾവർ തോക്കും 4 ലൈവ് വെടിയുണ്ടകളും പോലീസ് സംഭവ സ്ഥലത്തു നിന്നും പ്രതിയിൽ നിന്നും കണ്ടെടുത്തു. തോക്കിൽ ഇനിയും വെടിയുണ്ടകൾ ബാക്കിയുണ്ടായിരുന്നു എന്നത് അക്രമത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നു. +2 കഴിഞ്ഞ മകൾ ഓസ്ട്രേലിയയിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുമ്പോഴും കുടുംബം ആദ്യം ഈ ആഭ്യന്തര കലഹം തള്ളിക്കളയാനാണ് ശ്രമിച്ചത്. സ്വന്തം സുരക്ഷയ്ക്കായി വാങ്ങി സൂക്ഷിച്ച ലൈസൻസുള്ള ആയുധം കൊണ്ട് തന്നെ പിതാവിന് നേരെ മകൾ മാരകമായ ആക്രമണം നടത്തിയത് വലിയൊരു സുരക്ഷാ പാഠം കൂടിയാണ് പൊതുസമൂഹത്തിന് നൽകുന്നത്. സംഭവ സ്ഥലത്തു നിന്നും യുവതി ഉപയോഗിച്ച റിവോൾവറിനും 4 വെടിയുണ്ടകൾക്കും പോലീസ് കണ്ടുകെട്ടിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതി സ്നേഹദീപ് കൗറിനെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വസ്ത്രധാരണത്തിന്റെയും വിദേശയാത്രയുടെയും പേരിൽ കുടുംബത്തിനകത്തുണ്ടായ ആശയപരമായ തർക്കങ്ങൾ ഒരു വെടിവെപ്പിലേക്ക് എത്തിയത് പഞ്ചാബിനെ ഒട്ടാകെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്.